+2 സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിലേക്ക് മാറുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരികയാണ്. പല മേഖലകളിലും ജനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലാണ് തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കായിരിക്കണം ആദ്യത്തെ പ്രാമുഖ്യം നൽകാനുള്ളത്. അത് ഏത് ഗവൺമെൻറ്റിൻ്റെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ചുമതലയാണ്. പക്ഷേ ഈ ചുമതലകൾ വിസ്മരിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ, ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് രാഷ്ട്രീയ പശ്ചാത്തലം ദയവായി നൽകരുത് എന്നൊരു അപേക്ഷയാണ്. സർക്കാരുകൾ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതെന്ന് പറയും. പക്ഷേ വീഴ്ചകൾ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതും നമ്മുടെ ഒരു പൊതുധർമ്മത്തിൻ്റെ ഭാഗമാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് പറയാം. റെസ്പോൺസിബിൾ മാസ് എന്നുള്ളത് ഗവൺമെൻറ്റുകൾ ആദ്യത്തെ പ്രിയോറിറ്റിയിൽ കൊണ്ടുവരേണ്ടതാണ്. റെസ്പോൺസിബിൾ മാസ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തിൻ്റെ ഉത്തരവാദിത്യം അവരുടേതായ ചില പ്രതിഷേധങ്ങളിലൂടെ കാണിക്കുമ്പോൾ അതിനെ ശരിയായ നിലയിൽ വിലയിരുത്തി സർക്കാർ തീരുമാനമെടുക്കണം. ഇപ്പോൾ പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ സഹകരണ വകുപ്പിൻ്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഈ ഫെബ്രുവരിയിൽ തന്നെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾ പല കാര്യങ്ങൾക്കും വേണ്ടി ലോൺ എടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ലോൺ എടുക്കുന്ന ഒന്നാണ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന്. ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കുന്നത് തന്നെ കുറച്ചൊക്കെ ജനങ്ങൾക്ക് സഹായകരമായ നിലപാട് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. മറ്റു തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് ആയാലും ഷെഡ്യൂൾഡ് ബാങ്ക് ആയാലും RBIയുടെ കീഴിലുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായാലും അവരൊക്കെ തന്നെ നിയമം കർക്കശമായി നടപ്പാക്കുന്ന ആളുകളാണ്, സർഫാസി ആക്ട് വന്നതിന് ശേഷം പ്രത്യേകിച്ച്. പക്ഷേ സഹകരണ ബാങ്കുകൾ നിലവിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു വന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സഹകരണ ബാങ്കും ബലം പിടിക്കുകയാണ്. അത് ജപ്തി നടപടികൾ വളരെ തീവ്രമാക്കിക്കൊണ്ട് തന്നെ അവരുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഇതുപോലെ അവർ ജപ്തി നടപടികളുടെ ഭാഗമായുള്ള നോട്ടീസുകളൊക്കെ തന്നെ വാർത്താമാധ്യമങ്ങൾക്ക് കൃത്യമായും കൊടുക്കുന്നു. ഭൂമി ലേലം ചെയ്യുന്നതായാലും ഭൂമി ഏറ്റെടുത്ത സിംബോളിക് പൊസഷൻ്റെ വിവരമായാലും കൃത്യമായും സഹകരണ ബാങ്കുകളും മറ്റ് ബാങ്കുകളെ പോലെ മത്സരിച്ച് തന്നെ പത്രത്തിൽ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ തീരുമാനം എന്താണെന്ന് അറിയാമോ? സർക്കാർ തന്നെ പ്രഖ്യാപിച്ച ഒരു OTS ഉണ്ട്, ഓൺ ടൈം സെറ്റിൽമെൻറ്റ്. ആ സെറ്റിൽമെൻറ്റ് പ്രകാരം നമുക്ക് ഒറ്റത്തവണയായിട്ട് നമ്മൾ എടുത്ത ലോൺ തിരിച്ചടച്ച് കഴിഞ്ഞാൽ, കുടിശ്ശിക ഉൾപ്പെടെ നമ്മൾ അടയ്ക്കേണ്ട തുകയെല്ലാം തിരിച്ചടയ്ക്കാൻ നമ്മൾ തയ്യാറായാൽ നല്ല ഒരു ഇളവ് അതിന് കിട്ടും എന്നുള്ളതാണ് OTSൻ്റെ പ്രത്യേകത. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്ന് മലയാളത്തിൽ പറയും. ഇത് ഒരുപാട് പേർക്ക് ഗുണപ്പെട്ടതാണ്. അവർ പലപ്പോഴും പലരിൽ നിന്നും കടം വാങ്ങിയും അതുപോലെ മറ്റേതെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റും ഒക്കെ അവർ പലിശയ്ക്ക് വരെ പണം എടുത്ത് ഈ OTSൻ്റെ ഭാഗമായ ആളുകളെ എനിക്കറിയാം. നിരവധി ആളുകൾ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് ഈ ചാനലിനെ സമീപിക്കുന്നുണ്ട്. അവർക്കതിനെ സംബന്ധിച്ച് അറിയേണ്ട പലതും കൃത്യമായും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ചാനലാണ് ഇത്. ഏകദേശം 72 എപ്പിസോഡുകളാണ് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ബാങ്ക് ലോൺ എന്ന ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും, അറിയാനും കഴിയും. അതൊന്നും കാണാതെ ചോദിച്ചിരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ സംശയം ചോദിച്ചാൽ കൃത്യമായും നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. പിന്നെ വ്യക്തിപരമായി ഒരുപാട് വിശദ വിവരങ്ങൾ നിങ്ങൾ കാണിച്ചു കൊണ്ടുള്ള കമൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് പൂർണ്ണമായും സമയം കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. OTSലേക്ക് വരാം. ഇപ്പോൾ പുതിയ തീരുമാനം വരാൻ പോകുന്നത് ഒറ്റ തവണ തീർപ്പാക്കൽ പദ്ധതിയിലേക്ക് ഒരാൾ വരികയും അതനുസരിച്ച് സഹകരണ ബാങ്കുകൾ അവർക്ക് അനുകൂലമായി സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം അനുകൂല തീരുമാനം എടുത്ത് കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കക്ഷികൾക്ക് പിന്നെ 2 വർഷത്തേക്ക് ലോൺ സഹകരണ ബാങ്കുകൾ തരികയില്ല.
OTSന്റെ ഭാഗമായാൽ. കാരണം സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞ ഈ ആനുകൂല്യത്തിൻ്റെ ഗുണം കിട്ടിയ ആളുകൾക്ക് 2 വർഷത്തേക്ക് പിന്നെ ഒരു ലോണും തരില്ല എന്നാണ് സഹകരണ ബാങ്കിൻ്റെ പുതിയ തീരുമാനം. വരാൻ പോകുന്നേ ഉള്ളൂ, ഏകദേശം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരിയിൽ തന്നെ അത് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. കാരണം OTSന്റെ പുതിയ ഒരു നീക്കം വരുന്നുണ്ട് എന്നുള്ളതാണ്. നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി ഇപ്പോൾ ലാഞ്ച് ചെയ്യുന്നുണ്ട്, നിലവിലുണ്ട്. അതിൻ്റെ പൂർണ്ണമായ തോതിൽ വിപുലമായ രീതിയിൽ അത് വരികയാണ്. ഫെബ്രുവരി 28 അത് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പദ്ധതി വരുമ്പോൾ അതനുസരിച്ച് നിങ്ങളെല്ലാം ഓടിപ്പോയി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം തുക അടച്ച് ആനുകൂല്യം, ചിലർക്ക് നല്ല ആനുകൂല്യം കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. ചില 2 ലക്ഷം രൂപ വരെ കുറവ് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങൾ അറിയാം, അതിൽ കൂടുതൽ കൊടുത്തതും അറിയാം. പല ആനുകൂല്യങ്ങളും പല സഹകരണ ബാങ്കുകളും എടുക്കുന്നുണ്ട്. ഒരു സഹകരണ ബാങ്ക് എടുത്തത് മറ്റൊരു സഹകരണ ബാങ്ക് അതുപോലെ തരുന്നെന്നില്ല, തരാനും സാധ്യതയുണ്ട്. അത് തരാത്ത നിലപാടുകൾ എടുത്ത ബാങ്കുകളും ഉണ്ട്. OTSന്റെ ഭാഗമായി അത്ര അനുകൂലമല്ലാത്ത നിലപാടെടുത്ത ആളുകളും ഒക്കെ ഉണ്ട്. മന്ത്രിയുടെ കൊടുത്ത നിവേദനത്തിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി വന്നാൽ അത് പറയുന്ന OTSൽ മന്ത്രിക്ക് ഞാൻ കൊടുത്തു, അതനുസരിച്ചിട്ടുള്ള നിലപാടെടുക്കുന്നതിന് വേണ്ടി ആ അപേക്ഷ നിങ്ങളുടെ ബാങ്കിലേക്ക് അയച്ചു എന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മന്ത്രി ഓഫീസിലെ കത്ത് കാണിച്ചവരോട് പോലും ചില സഹകരണ ബാങ്കുകൾ മന്ത്രി ഇതൊക്കെ പറയും, പക്ഷെ ഞങ്ങളുടെ നിയമപ്രകാരമുള്ളത് ചെയ്യൂ എന്ന് മറുപടി പറഞ്ഞ ചില സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥരും ഉണ്ട്. പലരും ഈ ചാനലിൽ ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം എടുത്തു പറയുന്നത്. എന്തായാലും പുതിയ തീരുമാനം ഇതാണ്. 2 വർഷത്തേക്ക് നിങ്ങൾക്ക് പിന്നെ OTS പ്രകാരം ആനുകൂല്യം ലഭിച്ചവർക്ക് തുടർന്നുള്ള 2 വർഷത്തേക്ക് ഒരു ലോണും ലഭിക്കില്ല. അതിനേക്കാൾ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് അറിയാമോ? അവരുടെ ബന്ധുക്കൾക്കും ലോൺ നൽകൂല എന്നാണ് 2 വർഷത്തേക്ക്. എന്ത് കഷ്ടമാണെന്ന് നോക്കുക. OTSന് വേണ്ടി ആളുകൾ വന്നു, അവർ ലോൺ എടുത്തു, ശരി തന്നെയാണ്. ഈ കോവിഡാനന്തരം ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ വീർപ്പ് മുട്ടുന്നുണ്ട്. അവരുടെ കുറ്റമല്ല, ജോലി നഷ്ടപ്പെട്ടു, പല ഷോപ്പുകൾ അടയ്ക്കപ്പെട്ടു, ഗൾഫിലെ ജോലി സാധ്യത ഇല്ലാതായി പലരും തിരിച്ചു വന്നു. എല്ലാ മേഖലകളിലും ദുസ്സഹാവസ്ഥയുണ്ട്, ജീവിക്കാൻ പെടാപ്പാടുപെടുകയാണ് ആളുകളെല്ലാം. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയുണ്ട്. എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടുന്ന ആളുകൾ അത് കാരണം കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. കുടിശ്ശിക വരുത്തിയ ആളുകൾക്ക് പെട്ടെന്ന് ഇത് അടച്ചു തീർത്താൽ അവർക്ക് ജപ്തി നടപടി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് OTSന് വേണ്ടി ആളുകൾ ഓടിയെത്തുന്നുണ്ട്. OTS അടച്ചു തീർത്ത് അവർ ലോണിൽ നിന്ന് മുക്തരായ ഇനി 2 വർഷത്തേക്ക് ലോണേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. അവർക്ക് മാത്രമല്ല അവരുടെ ബന്ധുക്കൾക്കും കൊടുക്കൂല എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു അവകാശ ലംഘനമാണ്. ഈ സഹകരണ ബാങ്കുകളിലൊക്കെ നമ്മൾ അംഗത്വം എടുത്താലേ നമുക്ക് ലോൺ കിട്ടും. അപ്പം നമ്മൾ സഹകരണ ബാങ്കിൻ്റെ ഭാഗമാണ്. അങ്ങനെ അംഗമായി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് OTSൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അവർക്ക് ലോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ 2 വർഷം തുടർച്ചയായി ലോൺ കൊടുക്കില്ല എന്നുള്ളതാണ്. ഒരാൾ നടത്തിയ ബാങ്കിൽ ഈ ലോണിന് അപേക്ഷ കൊടുത്തു, ആ അപേക്ഷ പ്രകാരമാണ് OTS അവർ അടയ്ക്കാതെ വരുമ്പോൾ OTSൻ്റെ ഭാഗമാകുന്നത്. ആ ഒരാൾ ചെയ്ത കുറ്റത്തിന് ബന്ധുക്കൾ കൂടി ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വിചിത്രമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷൻ തന്നെയാണ്. ഇത് സഹകരണ ബാങ്കിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കർശന നടപടിയെടുത്താൽ ആളുകൾ കൃത്യമായി ലോൺ തിരിച്ചടയ്ക്കും. അതുകൊണ്ട് സഹകരണ ബാങ്കുകളുടെ കിട്ടാക്കടം കോടികൾ ഉണ്ട്, അതെല്ലാം ഞങ്ങൾക്ക് ഇതുവഴി വസൂലാക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ അവർ മറ്റൊരു വാദഗതി എന്ന് പറഞ്ഞാൽ OTS സഹകരണ ബാങ്കുകൾക്ക് വലിയ ധനനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. കാരണം വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ പറഞ്ഞു, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ വരുമാനം ഇല്ലാതാകുന്നു, ബാങ്കുകളുടെ ആസ്തി കുറഞ്ഞു വരികയാണ്. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്ന നിലപാടുകൾ. അതുകൊണ്ടാണ് ഈ കർക്കശ നിലപാടെടുത്താൽ ജനം വരിവരിയായി നിന്ന് അടച്ചു തീർത്തുകൊള്ളും എന്നാണ് സഹകരണ ബാങ്ക് കരുതുന്നത്. സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ ഈ നാട്ടുകാരെ, അതായത് ലോൺ എടുത്ത വ്യക്തികൾ അടയ്ക്കാത്തത് ബോധപൂർവമല്ല, കഴിയാത്തത് കൊണ്ടാണ്. കഴിയുമെങ്കിൽ അവർ അടയ്ക്കില്ലേ? കാരണം പലിശ അടയ്ക്കേണ്ടത് അവരല്ലേ. നിങ്ങൾ വളരെ ഈ OTSന്റെ പേരിൽ ചെറിയ എമൗണ്ടുകൾ ഇളവ് കൊടുക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അവരെ നിങ്ങൾ ഇനി ലോണേ കൊടുക്കാത്ത ആളുകളായി മാറ്റുക എന്ന് പറഞ്ഞാൽ 2 വർഷമാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് ശരിയാണോ? അവരെ അങ്ങനെ മാറ്റി നിർത്തണോ? കാരണം പല ആളുകളിൽ നിന്നും അവർ ലോണൊക്കെ എടുത്ത് OTSന്റെ ഭാഗമാകുന്നത് തന്നെ ഈ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ലോൺ എടുത്ത് കടം വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അതിനും നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്?
പിന്നെ മറ്റൊരു വാർത്ത വരുന്നത് ജപ്തി നടപടികൾ കൂട്ടുകയാണ്. ജപ്തി നടപടികളുടെ എണ്ണം കൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഇനി നമ്മൾ ഒരു ഇളവും നോക്കണ്ട, അവർ ആഞ്ഞു പിടിച്ച് എന്ന് തന്നെ നമുക്ക് പറയാം ഈ കുടിശ്ശിക മുഴുവൻ പിരിച്ചെടുക്കാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ ജപ്തിയാണ്. കഴിഞ്ഞ ദിവസം ജപ്തിയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് ഈ ചാനലിൽ ചെയ്തിരുന്നു. മന്ത്രി തന്നെ അവിടെ എത്തേണ്ടി വന്നു. മന്ത്രി പോയിട്ട് പോലും സഹകരണ ബാങ്ക് ജീവനക്കാർ പിന്മാറിയില്ല എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഒത്തുതീർപ്പ് എന്തോ ആയി, പിന്നീട് പൈസ അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കേസിലേക്ക് തന്നെ പോയി. അവിടെയൊക്കെ വന്നത് ബാങ്ക് ഭരിക്കുന്നത് ഏത് പാർട്ടി എന്ന് നോക്കിയിട്ടാണ് പല നടപടികളും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, OTS പോയാലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അത് ഉൾപ്പെടുത്താം. ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും ഈ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കാതിരിക്കുകയും വേണം.